അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഗോൾഡൻ കളറായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ ഒരു സവാള നല്ലപോലെ ഒന്ന് കുക്കായി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചപ്പും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു 2 കിഴങ്ങ് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്തതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മസാലയൊക്കെ കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇഡ്ഡലി ബാറ്ററാണ്. അപ്പോൾ ഇത് അതുപോലെ ചെറിയൊരു പാനിലാണ് ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴങ്ങിൻ്റെ ആ ഒരു മസാല കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും മാവ് ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ ഇത് അടിപൊളിയാണ്.